അതിർത്തിയിൽ സംഘർഷങ്ങൾ അകന്നുപോയി എന്ന് കരുതാമോ എന്നറിയില്ല. എങ്കിലും ആശ്വസിക്കുന്നു. പക്ഷേ ചിലരുടെ പ്രതികരണങ്ങൾ ഉണർത്തിവിട്ട നൊമ്പരത്തിൻ്റെ നീറ്റൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും പ്രസിദ്ധമായ കൃതിയായ യുദ്ധവും സമാധാനവും എഴുതിയ ലിയോ ടോൾസ്റ്റോയ്ക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത മാനവികത ചിലർ ചികഞ്ഞെടുത്ത് സാരോപദേശങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് നമ്മുടെ മുന്നിലാണോ വിളമ്പേണ്ടിയിരുന്നത് എന്നൊരു സംശയം മനസ്സിലുണ്ട്. അതിന് കാരണവുമുണ്ട്. 26 നിരായുധരായ സഞ്ചാരികളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത് നിരത്തി നിർത്തി അവരുടെ ഭാര്യമാരുടെയും കുട്ടികളെയും അമ്മമാരുടെയും സാന്നിധ്യത്തിൽ മാനുഷികതയുടെ ഒരു കണിക പോലുമില്ലാതെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ ഭീകരന്മാരെ ലക്ഷ്യമാക്കി മാത്രമാണ് എൻ്റെ രാജ്യം മിസൈൽ തൊടുത്തുവിട്ടത്. അതല്ലാതെ നിരപരാധികളായ സാധാരണ ജനങ്ങൾക്ക് നേരെയായിരുന്നില്ല. കഴിയുമെങ്കിൽ ഈ ഉപദേശം അതിർത്തി കടന്നു ചെന്ന് പകർന്നു നൽകുക. ഏപ്രിൽ 22 തോന്നാതിരുന്ന മാനവികത മെയ് 7 ഉടലെടുത്തത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് മലയാളിയിൽ അവശേഷിക്കുന്നുണ്ട് എന്നെങ്കിലും ഓർക്കുന്നത് നല്ലത്. ഈ സാരോപദേശം ഭീകരന്മാർക്ക് മുന്നിലല്ലേ വിശദീകരിക്കേണ്ടിയിരുന്നത്? യുദ്ധത്തിൻ്റെ ഭീകരതയും നഷ്ടങ്ങളും കഷ്ടപ്പാടും എത്രത്തോളമുണ്ടെന്ന് ഈ ഉപദേശം വിളമ്പിയതിനേക്കാൾ 30 ലക്ഷത്തോളം വരുന്ന സൈനികരെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ പട്ടാളത്തിന് വ്യക്തമായി തന്നെ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭീകരരെ തുരത്താൻ തുനിഞ്ഞിറങ്ങിയത്. അത് മനസ്സിലാകണമെങ്കിൽ മനുഷ്യനെന്ന സഹജീവിയോട് സ്നേഹമെന്ന വികാരമുണ്ടായിരിക്കണം. അത് പാട്ടുപാടിയാൽ മാത്രം ഉണ്ടാവില്ല. ജീവിക്കാൻ സൗകര്യവും സംരക്ഷണവും ഒരുക്കുന്ന ദേശത്തോട് അല്പം കൂറുണ്ടായിരിക്കണം. രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിൽ ബോംബെറിയാനും സ്റ്റിക്കറൊട്ടിച്ച് വാഹനമയക്കാനും പച്ച മനുഷ്യനെ വെട്ടിക്കീറാനും മടിയില്ലാത്തവർക്ക് ഈ വികാരം ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നില്ല. പക്ഷേ സ്റ്റീൽ ബോംബ് എറിയാൻ പ്രേരിപ്പിക്കുന്ന കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മിസൈൽ തൊടുത്തുവിടാൻ തയ്യാറായതെന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ പായിക്കുന്ന മിസൈലിൻ്റെ പരിധിയിൽ കേരളം പെടുകയില്ല എന്ന അതിരുകടന്ന വിശ്വാസത്തിലാണ് ഈ ഉപദേശങ്ങൾ യഥേഷ്ടം വാരി വിതറുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നവർക്ക് അതിർത്തിയിൽ ഉപജീവൻ മാർഗം തേടുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുകയില്ല. ഒരു കാരണവുമില്ലാതെ കുടുംബത്ത് കയറി കൊല ചെയ്തവരെ ഉപദേശം കൊടുത്ത് ചേർത്ത് നിർത്താനുള്ള മനസ്സ് തൽക്കാലം ഭാരതത്തിനില്ല. സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ആ കരുതൽ ഇവിടെ വിലപ്പോകില്ല. സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് പോരാടുന്നവരുടെ കൂട്ടത്തിൽ മലയാളികളുമുണ്ടെന്നത് മറക്കാതിരിക്കുക. ചാനലുകൾക്ക് മുമ്പിലിരുന്ന് ആവേശം ഒട്ടും കുറയാതെ ഭീതിയില്ലാതെ യുദ്ധവാർത്തകൾ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതവർ ഒരുക്കിത്തരുന്ന സംരക്ഷണത്തിൻ്റെ ഉറപ്പിൽ മാത്രമാണ്. അഭിനന്ദിച്ചില്ലെങ്കിലും അവഹേളിക്കുന്നത് കണ്ട് അവരുടെ ബന്ധുക്കൾ വേദനിക്കുന്നതെങ്കിലും ഒഴിവാക്കിക്കൂടെ? മുതലക്കണ്ണീർ എത്ര തൂകിയാലും ആ കണ്ണുകൾ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ആവശ്യമില്ല. പൊലിഞ്ഞുപോയവരുടെ ആത്മാക്കൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ. രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ അഹോരാത്രം പാടുപെടുന്ന എല്ലാ ധീര ജവാന്മാർക്കും ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട്.